പാലക്കാട് നെന്മാറയിൽ ചെന്താമരം നടത്തിയ കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ആയുധം നേരത്തെ വാങ്ങി കൈവശം കരുതി. വിഷം കഴിച്ചെന്ന് വരുത്താനാണ് വീട്ടിൽ വിഷക്കുപ്പി വെച്ചത്. തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നുവെന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 100 വർഷം വേണമെങ്കിൽ ശിക്ഷിച്ചോളൂ എന്നായിരുന്നു കോടതിയിൽ ചെന്താമരയുടെ പ്രതികരണം. വൈദ്യപരിശോധന പൂർത്തിയാക്കി വൈകിട്ട് 4:45ഓടെയാണ് ചെന്താമരയെ ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. തെറ്റ് ചെയ്ത തന്നെ ശിക്ഷിക്കണം. മകളുടെയും മരുമകന്റെയും മുന്നിൽ തലകുനിക്കാനാകില്ലെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാണെന്നും ചെന്താമരയിൽ നിന്ന് അയൽവാസികൾക്ക് തുടർച്ചയായി വധഭീഷണി നേരിടേണ്ടി വന്നുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. തുടർന്ന് കോടതി റിമാൻഡ് ചെയ്ത ചെന്താമരയെ ആലത്തൂർ സബ് ജയിലിലേക്ക് മാറ്റി. സിനിമയെ വെല്ലുന്ന നാടകീയതയിലൂടെയായിരുന്നു ചെന്താമരയെ ഇന്നലെ രാത്രി പിടികൂടിയത്. കൊലയ്ക്ക് ശേഷം 2 ദിവസം ഒളിവിൽ കഴിഞ്ഞ ചെന്താമര ഒടുവിൽ വിശപ്പ് സഹിക്കാതെ മലയിറങ്ങി വീട്ടിലേക്ക് വരുമ്പോഴാണ് പോലീസ് പിടിയിലായത്. പല സയന്റിഫിക് ഹെൽപ്പ് കൂടി ഞങ്ങൾ എടുത്തിരുന്നു. ഈ കണ്ടിന്യൂസ് പോലീസ് ഡിപ്ലോയ്മെന്റ് ആയതുകൊണ്ട് ഇയാൾക്ക് നമുക്ക് സേഫ് ആയിട്ട് നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിച്ചു. പോലീസ് നീക്കങ്ങൾ സൂക്ഷ്മമായി ചെന്താമര നിരീക്ഷിച്ചിരുന്നു. വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം. ഇതിനായി ആയുധങ്ങൾ നേരത്തെ തന്നെ വാങ്ങി സൂക്ഷിച്ചുവെന്നും SP അജിത് കുമാർ പറഞ്ഞു. ഒരു പ്രാഥമിക അന്വേഷണത്തിൽ ഇത് പ്ലാൻഡ് മർഡർ തന്നെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം വെപ്പൺസ് ഇയാൾ ഒരു അഡ്വാൻസ് ആയിട്ട് കുറച്ചു സമയം മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു. പ്രതിയെ കസ്റ്റഡി ലഭിക്കുന്നതിനായി പോലീസ് ഉടൻ അപേക്ഷ സമർപ്പിക്കും. അതിനുശേഷം കുറ്റകൃത്യം പുനരാവിഷ്കരിക്കാനാണ് പോലീസ് നീക്കം. നെന്മാറ പോലീസ് സ്റ്റേഷനിലെ സമാനമായി തെളിവെടുപ്പ് വേളയിലും പ്രതിഷേധമുണ്ടാവാനാണ് സാധ്യത. കനത്ത പ്രതിഷേധത്തിനിടയിൽ തെളിവെടുപ്പ് പോലീസിന് ഏറെ വെല്ലുവിളിയായിരിക്കും. ആലത്തൂർ സബ് ജയിലിന് മുമ്പിൽ നിന്നും ടീം മീഡിയ 1.